നമസ്കാരം. ഫണ്ടഡ് 360യുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രൊഫഷണലായിട്ട് ലഭിക്കുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സിനെ കുറിച്ചാണ്. നിങ്ങൾ എവിടെ തുറന്നു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറേ ടിപ്സ് കാണാം. നിങ്ങളുടെ DP തന്നെ, നിങ്ങളുടെ ബ്രോക്കർ തന്നെ നൽകുന്ന ടിപ്സുകളുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്ന പോലെ പലതരത്തിലുള്ള ടിപ്പുകൾ പല പല മെത്തേഡിലൂടെ കൊടുക്കുന്ന പലരുമുണ്ട്. 100% ടിപ്സ് വർക്ക് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്, 50% വർക്ക് ചെയ്യുന്നവർ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ടിപ്സ് നിങ്ങൾക്ക് ഞാൻ നൽകാം, എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ ട്രേഡിംഗ് ക്രെഡൻഷ്യൽസ്, യൂസർ നെയിം പാസ്വേഡും തരൂ, ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ട് അതിൻ്റെ ലാഭം നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. എല്ലാ തരത്തിലുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം, കുറേ പേര് എന്നോടൊരു സംശയം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് അവർ ട്രേഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ 5% അല്ലെങ്കിൽ 10% അവർക്ക് നൽകണമെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വർക്കൗട്ട് ആവുമോ? അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്താണ് ലാഭം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രൊഫഷണലായിട്ട് ഈ കൊടുക്കുന്ന ഈ ടിപ്സൊക്കെ സത്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ കൊടുക്കുന്ന ടിപ്സ് ഇൻട്രാഡേക്കാണെങ്കിലും നിങ്ങൾ അത് വെച്ചിട്ട് ഇൻട്രാഡേയോ അല്ലെങ്കിൽ ഡെലിവറിയോ എന്തെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ലാഭമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ പേരുണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നടന്നാൽ മാത്രം, അതായത് ലാഭകരമായി അവസാനിച്ചാൽ മാത്രം അതിൻ്റെ പെർസെൻറ്റേജ് നൽകിയാൽ മതി എന്ന് പറയുന്നവർ. അത് വളരെ റീസണബിളായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അതേസമയം യൂസർ നെയിം പാസ്വേഡും ആർക്കും നൽകാതിരിക്കുക. നിങ്ങൾ വിചാരിക്കും എന്തായാലും ഇതിനകത്ത് പൈസയൊന്നും അടിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ, കാരണം എന്തായാലും പേ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ അക്കൗണ്ടിലേക്ക് പോവുകയുള്ളൂ, അല്ലാതെ വേറെ പേ ഔട്ട് റിക്വസ്റ്റുകളൊന്നും പ്ലേസ് ചെയ്യാൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ വരും. ഈവൻ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ പോലും ഓൾറെഡി ഒരു KYC നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ OTP വരുന്നത് നിങ്ങൾ പഴയ മൊബൈൽ നമ്പറിൽ നിങ്ങൾ OTP ഇൻസേർട്ട് ചെയ്യണം എന്നൊക്കെ കുറേ നൂലാമാലകളുണ്ട്. അപ്പോൾ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും സത്യത്തിൽ പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. പക്ഷേ അതേസമയം ഇതിനകത്ത് സാധാരണ രീതിയിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഫ്രോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 പേരുടെ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു 10 പേരുടെ അക്കൗണ്ടുകൾ ഇതുപോലെ അവർ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പം ഈ 10 പേരുടെ അകത്ത് ലാഭമുണ്ടായാൽ മാത്രമേ എനിക്ക് ഫീസ് തരേണ്ടി വരുന്നുള്ളൂ 10% എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ശരി, എനിക്ക് വേറൊരു ജോലിയുണ്ട്, എനിക്ക് ഈ പറഞ്ഞ പോലെ ട്രേഡിങ് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല, ഇയാൾ ട്രേഡ് ചെയ്തോളൂല്ലോ, ലാഭം ഉണ്ടായാലും പൈസ കൊടുത്താൽ മതി. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രേഡ് ചെയ്യുന്ന ആൾ, ഇയാൾക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു റിസർച്ചോ അങ്ങനെയുള്ള ഒന്നും ഇൻപുട്സ് ആയിട്ട് ഇല്ലെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, 5 ട്രേഡിംഗ് അക്കൗണ്ട്, മൊത്തം 10 ഹാൻഡിൽ ചെയ്യുന്നതിനകത്ത് 5 ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇയാൾ ഒരു റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസ് വാങ്ങുന്നു. ബാക്കി 5 ഇയാൾ ഷോർട്ട് ചെയ്യുന്നു. ഈ ഷെയറുകളെല്ലാം ഒന്നുകിൽ മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകും. 5 പൈസ പോലും മാറാതെ അതേ വാല്യൂവിൽ തന്നെ നിൽക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ 2 തരത്തിലും സംഭവിച്ചാലും, മുകളിലോട്ട് പോയാലും താഴേക്ക് പോയാലും, ഇയാൾക്ക് എന്ത് ചെയ്യും? 5 പേരുടെ പക്കൽ നിന്നും ലാഭം വരും, ലാഭവിഹിതവും വരും. അപ്പോൾ ആരുടെയും റിസ്ക് ഇല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളതാണ്. ഇതായിരിക്കണം മിക്കവാറും ഇതേപോലെയുള്ള പലരുടെയും, ക്രെഡിബിലിറ്റി അറിയാത്ത പലരുടെയും ഒരു പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായി തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇവരുടെ പല പല കെണികളിൽ ചിലപ്പോൾ നിങ്ങൾ വീണു പോകാം. കാരണം ഇവരൊക്കെ മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം കോൾസ് ചെയ്യുന്നവരുണ്ട്, കോൾസ് ലഭിക്കുന്നവരുണ്ട്. കുറേ പേരൊക്കെ എന്തെങ്കിലും വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൾസ് ലഭിക്കുന്നുണ്ട്, അപ്പം ഇത് എങ്ങനെയുണ്ട്, നല്ലതാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ പലപ്പോഴും ഈ ഒരു കാര്യം പറയാറുണ്ട്. പറഞ്ഞു കേട്ടാൽ പോലും ചിലർ, നമ്മൾ മലയാളികളുടെ കാര്യം പറയുന്ന പോലെ, ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ മലയാളീനെ കുരുക്കിൽ ചടിക്കാൻ വളരെ എളുപ്പമാണ്. എന്തിൻ്റെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞാൽ മതി. ലോകത്ത് ഇതുവരെ നിലനിൽക്കാത്തതും ഒരിക്കലും നിലനിന്നിട്ടില്ലാത്തതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ 2 തവണ പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ തവണ പറയുമ്പോൾ സലീം കുമാർ CID മൂസയെ പറയുന്ന പോലെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതി ഒരു ചെറിയ തുക നിക്ഷേപിക്കാൻ പലരും റെഡിയാവും. എത്ര ബുദ്ധിയുള്ളവരുടെ അവസ്ഥ അതാണ്. അതുകൊണ്ടാണ് ഏറ്റവും അധികം ഫിനാൻഷ്യൽ ഫ്രോഡ് കേരളത്തിൽ നടക്കുന്നത്. അത് ആട്, തേക്ക്, മാഞ്ചിയം, സോളാർ, ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസി മുതൽ എല്ലാത്തിൻ്റെയും പേര്. ആകെ 2-3 NBFCs കേരളത്തിൽ
നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ റിസർവ് ബാങ്ക് പ്രകാരം അർഹതയും അധികാരവുമുള്ളൂ. എന്നാൽ പോലും ഇവിടെ പല പല പേരുകളിൽ പല പല തരത്തിൽ നിക്ഷേപകരിൽ നിന്നും FD ആയിട്ടും ഒക്കെ പണം സ്വീകരിക്കുന്ന പല പല NBFCs നാട്ടിലുണ്ട്. അതിലെല്ലാം പണം ഇടാൻ ആളുകളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും മിനിമം 3-4 NBFCകൾ പൊളിഞ്ഞു പോകുന്നത്. ചിലത് പൊളിഞ്ഞതാവാം, ചിലത് പ്രൊമോട്ടർ പൊളിച്ചിട്ട് കാശും കൊണ്ട് പുറത്തേക്ക് കടന്നു കളയുന്നതാവാം. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിവേ, നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ചോദിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ തന്നെ അക്കൗണ്ട് മാനേജ് ചെയ്തിട്ട് പലരും നിങ്ങളുടെ ലാഭവിഹിതം നേടാൻ ഉള്ള ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയൊരു കെണി ഇതാണ്. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള കോൾസൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കാറ് ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ പൂനെയിൽ നിന്നൊക്കെ ആയിരിക്കും, ഇതുപോലുള്ള നാടുകളിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കരുതിയിരിക്കുക. നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാതിരിക്കാനുള്ള ഒരു ശക്തി കാണിക്കുക. ശരി, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് ടിപ്സ് ഒക്കെ ഈ കൊടുക്കുന്നത്, പ്രൊഫഷണൽ ട്രേഡിംഗ് ടിപ്സ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ പെയ്ഡും ഫ്രീ ആയിട്ടും ഒക്കെ കൊടുക്കുന്നവരുണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മിക്കവാറും നിങ്ങളുടെ തന്നെ ബ്രോക്കറായിരിക്കും. നിങ്ങളുടെ ബ്രോക്കറേജ് ഹൗസ് ആരുടെയാണെങ്കിലും, ICICI, ഡയറക്റ്റ്, ജിയോജിത്ത്, സെറോദ, ഇതുപോലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും, ഏഞ്ചൽ ബ്രോക്കിംഗ് അല്ലെങ്കിൽ അപ്സ്റ്റോക്സ്, ഇവരെല്ലാവരും ട്രേഡിംഗ് ടിപ്സ്, അഡ്വൈസറി സർവീസസ് കൊടുക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല ഇവർ കൊടുക്കുന്നത്, കാരണം കൊടുത്താൽ മാത്രമേ ജനങ്ങൾ ട്രേഡ് ചെയ്താൽ മാത്രമേ ബ്രോക്കറേജ് വോളിയം ഇൻക്രീസ് ചെയ്യൂ. പലരും ഇതിനകത്ത് ഇറങ്ങിയിട്ട് ട്രേഡ് ചെയ്തിട്ടും ഉണ്ടാകാം. പക്ഷേ ട്രേഡ് ചെയ്തതിൻ്റെ അകത്തൊരു 90% പേരും, പ്രത്യേകിച്ച് ഇൻട്രാഡേയിൽ, കൈപൊള്ളിയിട്ടും ഉണ്ടാകാം. അതോടുകൂടിയിട്ട് ആ അഡ്വൈസറി സർവീസ് മോശമാണെന്ന പേരിൽ അവിടെ എല്ലാവരും ആ ഒരു പണി നിർത്തിയിട്ട് ശരി ഇവരുടെ അഡ്വൈസ് വേണ്ട എന്ന് പറഞ്ഞ് നിർത്താറാണ്, ബ്രോക്കറുടെ അഡ്വൈസസ് നിർത്താറാണ് സാധാരണ പതിവ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ എനിക്ക് പല ട്രേഡിംഗ് അക്കൗണ്ടും പല പല DPയുടെ അടുത്തുള്ളത് കൊണ്ട് കൂട്ടത്തിൽ അഡ്വൈസറി സർവീസിൻ്റെ അകത്ത് കൂടുതൽ സക്സസ് പെർസെൻറ്റേജ് കാണിക്കുന്ന ഒരു ബ്രോക്കറേജ് ഹൗസാണ് ഏഞ്ചൽ ബ്രോക്കിംഗ്. ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ പോലും ഏകദേശം 70% അടുത്ത് മാത്രമേ സക്സസ് പെർസെൻറ്റേജ് ഉള്ളൂ. സക്സസ് റേറ്റ് 70% ഉള്ളൂ. ഇക്വിറ്റിയിൽ ഇൻട്രാഡേ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു BTST എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 70% അടുത്ത് മാത്രമേ ഉള്ളൂ. വേറെ പലരുടെയും വാരി ചെയ്യുന്നു. എനിവേ, നിങ്ങൾക്കപ്പോൾ ഞാൻ ചെറിയൊരു മാത്തമാറ്റിക്സ് ഞാൻ പറയാം, ചെറിയൊരു കണക്കിൻ്റെ ഒരു നമ്പർ പറയാം. നിങ്ങളെ ഇൻട്രാഡേയിലാണെങ്കിൽ ശരി, BTSTയിലാണെങ്കിൽ ശരി, ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ലാഭമുണ്ടാക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ 33.33% കൂടുതലുള്ള വിജയശതമാനമുള്ള ടിപ്സിൽ വിജയശതമാനം ഉണ്ടെങ്കിൽ അത് ലാഭകരമായി മാത്രമേ പരിണമിക്കുകയുള്ളൂ. അതായത് ഒരു ബ്രോക്കറേജ് ഹൗസ് 100 ടിപ്പുകൾ നിങ്ങൾക്ക് നൽകിയെന്നിരിക്കട്ടെ, അതിൽ വെറും 34 എണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലാഭകരമായിരിക്കും. അതിൻ്റെ ആകെയുള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആയിട്ട് ഫിക്സ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 70% സക്സസ് റേറ്റ് ഉള്ള ഒരു അഡ്വൈസറി സർവീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം ലാഭം ഉണ്ടാകുമെന്ന്. ഇതിൻ്റെ സിമ്പിൾ മാത്തമാറ്റിക്സ് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഉദാഹരണമായിട്ട് നമ്മുടെ ടോട്ടൽ ട്രേഡിംഗ് എമൗണ്ട് നമുക്കുള്ളത് ഒരു 10 ലക്ഷമാണെന്നിരിക്കട്ടെ. ഇത്രയാണ് നമ്മുടെ കയ്യിൽ ട്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് ഉള്ളത്. നിങ്ങളുടെ ബ്രോക്കർ ഒരു ദിവസം ഒരു 10 ടിപ്സ് തരുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. നമ്മൾ ഈ ട്രേഡിംഗ് വാല്യൂവിനെ നമ്മൾ 10 ഡിവൈഡ് ചെയ്യാം. ഓരോ ട്രേഡിംഗ് വാല്യൂവിനും നമ്മൾ ഓരോ ലക്ഷം രൂപ, അതായത് 10 ലക്ഷം രൂപയുടെ 10-1 ഓരോ ലക്ഷം രൂപയാക്കി മാറ്റുക. നിങ്ങൾ ഷെയർസിൻ്റെ നമ്പർ വെച്ചിട്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. 10 റിലയൻസിൻ്റെ ഷെയർ വാങ്ങിച്ചു അല്ലെങ്കിൽ 10 MRFൻ്റെ ഷെയർ വാങ്ങിച്ചു എന്നുള്ളതല്ല, ആ ഒരു എമൗണ്ടിന് കിട്ടുന്ന ട്രേഡാണ് നടത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ടോട്ടൽ 10 1 ലക്ഷം രൂപയുടെ ട്രേഡാണ് നടത്തുന്നതെന്ന് കരുതുക. ഇത്ര ഞാൻ ഉദാഹരണം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ 1 ലക്ഷം രൂപയാണ് ഒരു ട്രേഡ് വാല്യൂ. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി A എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അതിന് 100 രൂപ ആണ് വില എന്നിരിക്കട്ടെ. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 100 രൂപയാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ എണ്ണം നിങ്ങൾ എത്ര എണ്ണം വാങ്ങിക്കും? 1000, ഇത് 100 മാർക്കറ്റ് വാല്യൂ 100. അപ്പോൾ അതിൻ്റെ 1000 ക്വാണ്ടിറ്റി നിങ്ങൾ ബൈ ചെയ്യും 1 ലക്ഷം രൂപയ്ക്ക്, ടോട്ടൽ 1 lakh റുപ്പീസിന്. എന്നിട്ട് ഇതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മളൊരു 6
1:2 ആയിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ, ഒരു 2% നിങ്ങൾ റിസ്ക് അസ്യൂം ചെയ്യുന്നതെങ്കിൽ 4% ആയിരിക്കണം അതിന് നിങ്ങൾക്ക് കിട്ടേണ്ട റിവാർഡ്. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് 4% ആണ് വെച്ചെന്നിരിക്കുക. അതായത് 100 രൂപയുടെ 4% ടാർഗറ്റായിട്ട് നിങ്ങളപ്പം 104 രൂപയാണ് ഫിക്സ് ചെയ്തത്. അതിന് നേരെ പകുതിയായിരിക്കണം നിങ്ങൾക്ക് റിസ്ക്. അതായത് സ്റ്റോപ്പ് ലോസ് അപ്പോൾ എത്ര ആയിരിക്കണം? 2% ആയിരിക്കണം. അതായത് 100 മൈനസ് 2 റുപ്പീസ്, അതായത് 98 രൂപയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ 4 രൂപ ലഭിക്കും, നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് 2 രൂപ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള 10 ട്രേഡുകൾ നിങ്ങൾ നടത്തിയപ്പോൾ, ഒരേ വിലയ്ക്കുള്ള ട്രേഡുകളാണെന്ന് തന്നെ നിങ്ങൾ അസ്യൂം ചെയ്യാം. ഇങ്ങനെയുള്ള 10 ട്രേഡുകൾ നിങ്ങൾ നടത്തിയപ്പോൾ അതിനകത്ത് 5 നഷ്ടത്തിലാണെന്ന് കരുതുക. അപ്പോൾ 5 ട്രേഡ് നഷ്ടത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാവുന്ന മാക്സിമം എമൗണ്ട് എത്രയായിരിക്കും? 5 ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങളപ്പോൾ 5 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ നടത്തുക. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് നടത്തുമ്പോൾ അതിൻ്റെ 2% നഷ്ടപ്പെട്ടു, അതായത് 10,000 രൂപ. അടുത്തതായി പിന്നത്തെ 5 ട്രേഡ് നിങ്ങൾക്ക് ലാഭകരമായി എന്ന് വിചാരിക്കുക, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കതിന് 4% വെച്ച് റിട്ടേൺസ് ലഭിച്ചു. അതായത് 5 ലക്ഷം രൂപയുടെ 4% എന്ന് പറയുന്നത് 20,000 രൂപ. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് എ പീരീഡ്, ഇതിപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ഒരു ഇൻട്രാഡേ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കിപ്പോൾ BTST സ്ക്രിപ്റ്റ് ഒക്കെ ആണെങ്കിലും ഒരാഴ്ചയിലെ കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത്. ആ എൻഡ് ഓഫ് ദ പീരീഡ് നിങ്ങൾക്ക് 4% പ്രോഫിറ്റും 2% ലോസും സംഭവിച്ചു. അതായത് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് 2% പ്രോഫിറ്റാണ് ലഭിച്ചത്. അതായത് അത് ഒരു 10,000 ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് ലഭിച്ചത്. ഇത് ഞാൻ പറയുന്നത് വെറും 5 ട്രേഡ്, അതായത് 50% മാത്രം, 50% മാത്രം സക്സസ് റേറ്റുള്ള ഒരു അഡ്വൈസറിയുടെ കാര്യമാണ്. അപ്പോൾ 50% മാത്രം സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ലാഭമാണ്. തിയററ്റിക്കലി സ്പീക്കിംഗ് ശരിക്കും 1/3 സക്സസ് റേറ്റ് മതി നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഈവൻ, അതായത് ലാഭവും നഷ്ടമില്ലാതെ ആ ട്രേഡുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ. അതായത് 33.33% സക്സസ്, അതായത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭവും നഷ്ടവുമില്ല. അപ്പം 33.33%-നേക്കാളും കൂടുതലുള്ള ഏത് സക്സസ് റേറ്റുള്ള അഡ്വൈസറി സർവീസും നിങ്ങൾക്ക് ആത്യന്തികമായി ലാഭമേ നൽകൂ. ഞാനീ പറയുന്നത് 33.33% എന്ന് പറയുന്നത് RR എന്ന് പറയുന്നത് 1:2 ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള RRs എടുത്തിട്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 100% സക്സസ് റേറ്റുള്ള അഥവാ അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ആരുടെയെങ്കിലും പുറകെ പോകുന്നുണ്ടെങ്കിൽ ആത്യന്തികമായി ഒന്നുകിൽ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ബുദ്ധിമുട്ടി വലിയ ഒരു എമൗണ്ട് ഒന്നും കൺസൾട്ടേഷൻ ഫീ ഒന്നും കൊടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ബ്രോക്കർ തന്നെ, മിക്ക ബ്രോക്കേഴ്സും 50%-ൽ കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളവരാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് ലഭിക്കും. ആകെയുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ ടിപ്സും ട്രേഡ് ചെയ്യണം. ആകെ ഒരു 2 ടിപ്സ് മാത്രം ട്രേഡ് ചെയ്തിട്ട് നിങ്ങളവിടെ ഇരിക്കരുത്. ആകെ ചിലപ്പോൾ ആ 2 ടിപ്സ് ആയിരിക്കും ചിലപ്പോൾ നഷ്ടം വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ടിപ്സും ട്രേഡ് ചെയ്യണം. മുഴുവൻ സമയം നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. മുഴുവൻ സമയം നിങ്ങൾക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഈ ട്രേഡിങ്ങിന് വേണ്ടി ഇറങ്ങുക. ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങാതിരിക്കുക, കാശ് നഷ്ടപ്പെടുത്താതിരിക്കുക. നഷ്ടത്തിലാകുന്ന 1-2 ടിപ്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലും ഇല്ലാണ്ടായി തീരാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇത് വളരെ ഒരു അൺബൈസ്ഡ് ആയിട്ടുള്ള ഒരു ഉപദേശം എല്ലാവർക്കും കൊടുക്കാവുന്ന കാര്യമാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നല്ല ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.